പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി. മിഥുൻ, ഒരു നാടൊന്നാകെ വേദനയോടെ വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങളാണ്. വിവരങ്ങൾ. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നു. മണിക്കൂറുകളോളം ആളുകൾ തിങ്ങി നിന്നാണ്, വരി നിന്നാണ് പള്ളിക്ക് പുറത്തുള്ള റോഡിലേക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കും ക്യൂ വരെ നീണ്ടാണ് അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. വലിയ ജനക്കൂട്ടമാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ പള്ളിക്കുള്ളിലെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കല്ലറയിലേക്ക് മൃതദേഹങ്ങൾ ഓരോന്നുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കുള്ളിലെ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. മുതിർന്ന വൈദികരുടെ സഭാ നേതൃത്വത്തിന്റെയൊക്കെ അന്തിമോപചാരത്തോടു കൂടിയുള്ള സംസ്കാര ശുശ്രൂഷകളായിരുന്നു ഇത്രയും സമയം പള്ളിക്കുള്ളിൽ നടന്നത്. ഏകദേശം 12 മണി വരെ ആ 4 പേരുടെയും മൃതദേഹങ്ങൾ ഈ നാടിന്റെ ബാഷ്പാഞ്ജലികൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, നാടിന്റെ അന്ത്യാഞ്ജലി അവർക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി പള്ളിക്കുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. പള്ളി ഓഡിറ്റോറിയത്തിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അരമണിക്കൂർ മുമ്പ് പള്ളി ഓഡിറ്റോറിയത്തിൽ നിന്നും പള്ളി ഹാളിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റി. അതിനുശേഷം അവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കല്ലറയിലേക്ക്, 2 കല്ലറകളിലായിട്ടാണ് ഈ സംസ്കാരം നടക്കുന്നത്. പുത്തൻതേക്കുണ്ടിൽ കല്ലറയിൽ 3 പേരുടെ മൃതദേഹങ്ങൾ, നിഖിൽ, മത്തായിപ്പൻ, അനു 3 പേരുടെയും ആ കുടുംബ കല്ലറയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നു. തൊട്ടിപ്പുറത്തുള്ള കുടുംബ കല്ലറയിൽ ബിജു ജോർജിന്റെ മൃതദേഹവും അടക്കം ചെയ്യും. 3 പേരുടെ മൃതദേഹങ്ങൾ ഒരു കല്ലറയിൽ, ഒരു കുടുംബ കല്ലറയിൽ. നിഖിലിന്റെ പിതാവ് മത്തായിപ്പൻ, നിഖിൽ, അനു 3 പേരുടെ മൃതദേഹങ്ങളാണ് ഒരു കുടുംബ കല്ലറയിൽ ഇപ്പോൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ ആളുകളും, ബന്ധുജനങ്ങളൊക്കെ അവസാന അന്ത്യചുംബനവും നൽകി അവരെ യാത്രയാക്കുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്. അത്രയും ഹൃദയഭേദകമായിട്ടാണ് ഓരോ മനുഷ്യരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നിന്നും, നാടിന്റെ ബാഷ്പാഞ്ജലികളോട്, നാടിന്റെ കണ്ണീർ പ്രണാമത്തോടു കൂടി പ്രിയപ്പെട്ടവരെ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിസ്സഹായതയോടെ, നെടുവീർപ്പോടെ ഈ ഒരു ഘട്ടം കടന്നു പോകുന്ന ആളുകളെ മാത്രമാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ റോഡിന് പുറത്തേക്ക് വരെ ഈ ആളുകളുടെ വരി നീണ്ടുപോയിരുന്നു. പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ റോഡിന് പുറത്തേക്ക്, മീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ ഈ ക്യൂ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വരി നിന്ന് ഓരോ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിച്ചു. എല്ലാവർക്കും അവരെ ഒരു നോക്ക് കാണുന്നതിനുള്ള അവസരം ഈ പള്ളിയിൽ ക്രമീകരിച്ചിരുന്നു. രാവിലെ 5:30 ഇടത്തട്ടയിലെ മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. നിഖിലിന്റെയും മത്തായിപ്പന്റെയും ഒക്കെ കുടുംബ അംഗങ്ങൾ, ഏറെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം വിദേശത്ത് നിന്നും തിരികെ എത്തേണ്ടതുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചത്. ഇന്ന് രാവിലെ 5:30 ബന്ധുക്കളെത്തി മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി 2 ഭവനങ്ങളിലായിട്ട് എത്തിച്ചു. ഒരു വിളിക്കപ്പുറമുള്ള ദൂരത്തിലാണ് ഈ വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. നിഖിലിന്റെയും അനുവിന്റെയും, ആദ്യം അനുവിന്റെ വീട്ടിൽ അനുവിന്റെയും ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ രാവിലെ 6:07 എത്തിച്ചു. 7 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം 2 പേരുടെ, നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ തൊട്ടപ്പുറത്തുള്ള മത്തായിപ്പന്റെ വീട്ടിലേക്ക്, നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മത്തായിപ്പന്റെ മൃതദേഹത്തോടൊപ്പം നവദമ്പതികളായ നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ ആ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് അവിടെ നിന്നും 4 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരേ സമയം 8 മണിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിലേക്ക് വികാരനിർഭരമായിട്ടുള്ള യാത്രയപ്പോടുകൂടി കൊണ്ടുപോയി പള്ളിയിൽ പൊതുദർശനം വെച്ചു. പിന്നീട് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഭൗതിക ദേഹങ്ങൾക്ക് കണ്ണീർ പ്രണാമങ്ങളോടെ, യാത്രാമൊഴിയോടെ നാട് വിട നൽകുകയാണ്. ശരി, ബിജുവിന്റെ മൃതദേഹം വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഒരേ കുടുംബത്തിലെ 4 പേർ. സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുന്നു.